ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് മിനിമം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോൻ്റെ IBയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ വരുന്ന ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് പുതിയൊരു വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കാണ് ജനറൽ MTS ജനറൽ ആണ് കേട്ടോ. പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതകൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. MTS ജനറൽ പോസ്റ്റ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതിനു മുമ്പ് ACIO വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ SAൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റി അസിസ്റ്റന്റ്. IBൻ്റെ തന്നെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IBൻ്റെ SAMT വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IBൻ്റെ ടെക്ക് വന്നിട്ടുണ്ട്, ടെക്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ IBൻ്റെ മറ്റ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 4-5-6 നോട്ടിഫിക്കേഷൻ ഇതിനിടെ IBൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈയിടെയായിട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് IBൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റിന് നിങ്ങൾ മിനിമം അപേക്ഷിക്കാനായിട്ട് വരുന്ന എമൗണ്ട് ഏകദേശം എല്ലാം കൂടി നമ്മൾ ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 750 രൂപയൊക്കെ ഇതിന് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുമ്പോട്ട് പറയാം, എങ്ങനെയാണ് ഫീസ് കാര്യങ്ങൾ എന്നൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അപേക്ഷാ ചെലവ്, പിന്നെ നിങ്ങൾ ഈ പോയിട്ട് വരുന്ന ചിലവെല്ലാം കൂടി 1000 രൂപേൻ്റെ അടുത്ത് തന്നെ ഒരു പോസ്റ്റിന് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ 6-5 പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ 6000-7000 രൂപേൻ്റെ അടുത്ത് ഇതിന് മാത്രം ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾ 6000-ൻ്റെ അടുത്തൊക്കെ മുടക്കിയിട്ട്, അതായത് ഓരോരോ എക്സാമിന് പോയി വരുന്ന ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം അത് മിനിമം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലർക്ക് അതിലും കൂടാം. ഈ ഒറ്റൊരു എക്സാമിന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി, അതുപോലെ തന്നെ നിങ്ങളുടെ പഠന നിലവാരം എല്ലാം വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കുക. കാരണം മുമ്പുള്ള IBൻ്റെ പഠന നിലവാരം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം മുമ്പുള്ള IB എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 10th ബേസ് എന്നൊക്കെ പറയും, പക്ഷേ 2-3 ലെവൽ ടയർ ലെവലുള്ള എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ലെവലിലാണ് വരുന്നത്. ഇത്രയും എമൗണ്ട് നമ്മൾ ഇതിന് കൊടുക്കുമ്പോൾ അത് തീർച്ചയായും നമുക്കൊരു നിരാശ ഉണ്ടാക്കും. നമ്മൾ ഒരുപാട് എക്സാംസ് എഴുതുന്നതായിരിക്കും. ആ നിരാശ ഇല്ലാതിരിക്കാനാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പം മനസ്സിലാക്കിയതിന് ശേഷം, ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ടോട്ടൽ വേക്കൻസി നമുക്ക് നോക്കാം. ടോട്ടൽ വേക്കൻസി വേണ്ടുള്ളത് 362 വേക്കൻസീസ് ആണ് ടോട്ടലി ഓൾ ഇന്ത്യ ഓവറിൽ, അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഇത് കാണാൻ സാധിക്കും. തിരുവനന്തപുരം എന്ന് പറയുന്നൊരു സോൺ, അതായത് തിരുവനന്തപുരം SIB കാണാൻ സാധിക്കുന്നതാണ്. അവിടത്തേക്കാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ വേണ്ടുള്ളത് ജനറലിന് 9 വേക്കൻസി, അതുപോലെ OBCക്ക് ഏകദേശം 4 വേക്കൻസി, പിന്നെ SC ST അതുപോലെ തന്നെ EWSനൊന്നും വേക്കൻസി ഇല്ല എന്ന് കരുതി അവയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നല്ല. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ കേരളത്തിന് വന്നിട്ടുള്ള വേക്കൻസി 13 വേക്കൻസി മാത്രമാണ്. കേരളത്തിന് 13 വേക്കൻസിയേ ഉള്ളൂ. കൂടുതൽ വേക്കൻസി 108 വേക്കൻസി ഉള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് ഇത് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്ക് 13 വേക്കൻസിയാണ് IBയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിരതാമസക്കാർക്ക്, അപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, പുറത്തേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക. അപ്പോൾ 362 ഒഴിവുകളാണ് ടോട്ടലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 1 by 1 ആയിട്ട് ഡീറ്റെയിൽസ് നോക്കാം. അത്യാവശ്യം നല്ല പോസ്റ്റ് തന്നെയാണ്. IB എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പോസ്റ്റാണ്. അപ്പം വേക്കൻസി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ അപേക്ഷിക്കുക. ഞാൻ അതിൻ്റെ ഒരു ഓൾറൗണ്ട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. IB എന്ന് പറയുന്ന ഒരു ഫേം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്, നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. MTS ആണെന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്, MTS ആണ്. അപ്പോൾ അത് മുമ്പോട്ടേക്ക് ഞാൻ പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ താല്പര്യാനുസൃതം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്ക് അതും കൂടി തുടക്കത്തിൽ പറയാം. അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ സെൻട്രൽ സർവീസിലേക്കാണ്. ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആണ്, നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലെവൽ 1 ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്ക ശമ്പളം 18,000 രൂപ മുതൽ ഏകദേശം 56,900 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. 18,000 ആയിരിക്കും തുടക്ക ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്ലസ് ആദർ ഗവൺമെൻറ് അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതെവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. 10th പാസ്, ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് വേണമെന്നാണ് ശ്രദ്ധിച്ചിരിക്കുക. 10ാം ക്ലാസ് മതി. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്തിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ
18 to 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതിൽ SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകുന്നുണ്ട്. പിന്നെ കട്ട് ഓഫ് ഏജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 18 to 25 വയസ്സ് പറഞ്ഞിട്ടുള്ള ഇവിടെ 14/12/2025. അപ്പോൾ ആ ഒരു ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് ആണത്. അപ്പോൾ ആ ഒരു ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. എനിവേ 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ അപേക്ഷ സമർപ്പിക്കുന്നു. ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുമ്പോട്ട് പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത് എക്സാമിനേഷനാണ്. 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാകുക. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്നത്. അതായത് 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 100 മാർക്കിൻ്റെ പരീക്ഷയാണ് ഉണ്ടാകുക. ജനറൽ അവയർനെസ്സിന് വെയിറ്റേജ് കൂടുതലാണ്. അതായത് നമ്മുടെ GK 40 മാർക്ക് എന്നാണ് GK എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ GK നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്ന് 20 ക്വസ്റ്റ്യൻ, അതായത് 20 മാർക്ക്. പിന്നെ നമ്മുടെ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്ക്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ 1 മണിക്കൂറിൻ്റെ പരീക്ഷ, 60 മിനിറ്റിൻ്റെ പരീക്ഷ 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. പിന്നെ 1/4 4 തെറ്റി 1 മാർക്ക് വെച്ചിട്ട് നമുക്ക് മൈനസ് ചെയ്യുന്നൊരു നെഗറ്റീവ് മാർക്കിംഗ് കൂടി ഉണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കട്ട് ഓഫ് മാർക്ക് ഇടും. ഫോർ എക്സാമ്പിൾ ഒരു 80 അല്ലെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ 70 കട്ട് ഓഫ് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, എല്ലാത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്ക് അവരിടും. ആ കട്ട് ഓഫിൻ്റെ മുകളിൽ ആരാണോ കയറുന്നത്, കട്ട് ഓഫ് IBൻ്റെ കട്ട് ഓഫ് സാധാരണ പുറത്ത് വന്നത് കണ്ടിട്ടില്ല. എന്തായാലും ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ഉണ്ടാവും. അത് ഇതുവരെ എൻ്റെ ഒരു അറിവിൽ IB പുറത്തേക്ക് കട്ട് ഓഫ് വിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും IB പുറത്തേക്ക് കട്ട് ഓഫ് മാർക്ക് ഒരു കട്ട് ഓഫ് ഉണ്ടാകും. ആ കട്ട് ഓഫിൻ്റെ മുകളിൽ ആരാണോ മാർക്ക് നേടുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിസ്റ്റിൽ, അതായത് ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാകും, എക്സാം കഴിഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാകും, അതിൽ കയറി പറ്റാനായിട്ട് സാധിക്കും. അതിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ അടുത്തത് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്റ്റേജും കൂടി നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സാമിനേഷൻ ഉണ്ട്. അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ്, അതായത് എഴുത്ത് പരീക്ഷയാണ്. നമ്മൾ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് നമുക്കിവിടെ വരുന്നത്. പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള ഒരു എഴുത്തും കാര്യങ്ങളും, അതും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ ആണ് ഇവിടെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തതും കാണാൻ സാധിക്കും. അപ്പോൾ 50 മാർക്കിൻ്റെ 50 മാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 50 മാർക്കിൻ്റെ ഒരു എക്സാമാണ്. ടോട്ടൽ മാർക്ക് 50 ആണ്. 1 മണിക്കൂറിൻ്റെ എക്സാം ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്ര ക്വസ്റ്റ്യൻ ഇതിനെന്ന് പറയാൻ പറ്റില്ല, എഴുത്ത് പരീക്ഷയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും മാർക്ക് കിട്ടുക. അത് മാത്രമല്ല ഇവിടെ മിനിമം പാസിംഗ് മാർക്ക് 20 ഉണ്ട്. 20ൻ്റെ മുകളിൽ വാങ്ങിയാലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ള പരീക്ഷയിൽ, അതായത് ആദ്യം എഴുതിയ പരീക്ഷയിൽ 100ൽ 99 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ 19 മാർക്കാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കത്തില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ 100ൻ്റെ മുകളിൽ മാർക്കായി. അത് മിനിമം 20 മാർക്കിൻ്റെ മുകളിൽ ഇവിടെ വേണം, ഈ ഒരു മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഷോർട്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം 20 മാർക്കിൻ്റെ മുകളിൽ വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 2 മാർക്കും കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈനൽ ലിസ്റ്റ് വരുന്നത്. മുകളിൽ നല്ല മാർക്കുണ്ട്, അതുപോലെ ഇവിടെയും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഫൈനൽ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ വന്നവർക്കായിരിക്കും ജോലി ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിരിക്കും. കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളതെന്നും കൂടി നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും, പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഇങ്ങോട്ടേക്ക് നീക്കിയാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ പ്രചോദനമായിരിക്കും. അപ്പോൾ കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, അതുപോലെ കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലാണ് നമുക്ക് പരീക്ഷാ സെൻറ്റർ വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് പരീക്ഷാ സെൻറ്റേഴ്സ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ്, പിന്നെ അതുപോലെ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ ഫീസും നോക്കണം കേട്ടോ. ഫീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിയെന്ന്. ഇന്ന് പുലർച്ചെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 22/11/2025 ഇന്ന് ഈ ഒരു ദിവസമാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14/12/2025 ആണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇത്. ആൻഡ് അപേക്ഷാ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഇത് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷാ ഫീസ് അടക്കാൻ പിന്നെ എക്സ്ട്രാ, അതായത് അപേക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപേക്ഷാ ഫീസ് ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അപേക്ഷൻ്റെ കൂടെ അടക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് എക്സ്ട്രാ ഇവിടെ നൽകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI ചലാൻ വഴിയാണ്, ഓഫ്ലൈനായിട്ട് അപേക്ഷ ഫീസ് നൽകുന്നതാണ് കേട്ടോ. ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് നൽകുന്ന ഡേറ്റും അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റിൻ്റെ കൂടെ തന്നെയാണ്. ഇനി ഓഫ്ലൈനായിട്ട് 2 ദിവസം നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് സമർപ്പിക്കാനായിട്ട് 16/12/2025 വരെ ഓഫ്ലൈൻ അപേക്ഷാ ഫീസ് അടക്കാനുള്ള സൗകര്യവും നൽകുന്നുണ്ട്.
ക്ലിയർ ആയെന്ന് കരുതുന്നു. അപേക്ഷ തുടങ്ങിയത് ഇന്നാണ്. ലാസ്റ്റ് ഡേറ്റ് 14/12/2025 സോ അത്രയേ ഉള്ളൂ. ബേസിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അപേക്ഷാ ഫീസ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സും 550 രൂപ അടക്കണം. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ എല്ലാവരും 550 രൂപ അടക്കണം. പക്ഷേ ആൺകുട്ടികളായിട്ടുള്ള ജനറൽ EWS OBC വിഭാഗത്തിൽ പെടുന്നവർ എന്ത് ചെയ്യണം? 100 രൂപ അതിൻ്റെ കൂടെ എക്സ്ട്രാ അപേക്ഷാ ഫീസായിട്ടും അടക്കണം. എക്സാമിനേഷൻ ഫീസാണ് കേട്ടോ. എക്സാമിനേഷൻ ഫീസുമായിട്ട് അടക്കണം. പ്രോസസ്സിംഗ് ഫീസ് എല്ലാവരും അടക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും SC ST എല്ലാവരും 550 രൂപ അടക്കണം. പക്ഷേ ഈ 100 രൂപ അടക്കേണ്ടതെന്ന് പറയുന്നത് ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ്. അപ്പോൾ അവരെത്ര അടക്കണം? 550 അതുപോലെ തന്നെ 100 രൂപയും 650 രൂപയായി. പിന്നെ നിങ്ങൾ മറ്റുള്ള എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 100 ഏറ്റവും കുറഞ്ഞ 100 രൂപയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും കേട്ടോ. ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇത് പറയുന്നത്. 100 രൂപ അവിടെയും കൊടുക്കേണ്ടി വരും. അപ്പം തന്നെ 750 രൂപയായി. പിന്നെ നിങ്ങൾ പോക്ക്, എക്സാമിന് പോക്ക്, ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങൾ, യാത്രാ ചിലവ്, അതൊക്കെ കൂടിയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ അത്രയും എക്സാമുകൾ വന്ന് പിന്നെ PSC അതുപോലെ SSC ഒക്കെ ആകുമ്പോൾ ഞാൻ പറയാം. SSCക്ക് 100 രൂപ അപേക്ഷാ ഫീസ് വരുന്നത്. അത് പെൺകുട്ടികൾക്കൊന്നും ഇല്ല. പെൺകുട്ടികൾ അതുപോലെ SC ST ക്കൊന്നും ഇല്ല. പിന്നെ PSC ആകുമ്പം അപേക്ഷാ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക. 650 രൂപ ആൺകുട്ടികളായിട്ടുള്ള ജനറൽ EWS അതുപോലെ OBC വിഭാഗത്തിൽ അടക്കണം. ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും 550 രൂപ എന്ത് ചെയ്യണം? അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ അപ്ലൈ ചെയ്യാം. നല്ലൊരു അവസരം തന്നെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ IBൻ്റെ കുറച്ചധികം അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് തരാനുണ്ട്. എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ PSCൻ്റെ ഒരു അപ്ഡേറ്റ് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നതെല്ലാം. അതായത് എല്ലാം നമ്മൾ കവർ ചെയ്ത് വരണമല്ലോ, എല്ലാം കവർ ചെയ്യണമല്ലോ. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാം പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.